മനസ്സിലെ അനുപല്ലവി അല്ലേ അത്? അതിന്റെ സെക്കൻഡ് ലൈൻ അതൊന്ന് മോള് പാടോ. മനസ്സിലെ മൺചിമിഴിൽ മായാ മായാവർണ്ണച്ചാന്തായി തീർന്നാൽ. അതവിടെ കുറച്ച് ആ സ്കെയിൽ അങ്ങനെ ആയതുകൊണ്ട് അവിടെ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു മോള്. അതേപോലെ ചരണത്തിലെ ലൈൻസിലും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇളവെയിലിൽ തുമ്പികളായി, ഇളവെയിൽ തുമ്പികളായി എങ്ങും നമ്മൾ പാറിപ്പോയാൽ, എങ്ങും നമ്മൾ പാറിപ്പോയാൽ. അവിടെയൊക്കെ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആവാമായിരുന്നു. അവിടെ സ്ലിപ്പായിപ്പോയി മോള്. അവിടെ ആ പിച്ച് അത് അവിടെ ഹൈയിൽ നിൽക്കുന്നത് കൊണ്ട് മോൾക്ക് അതൊന്നും ഗ്രിപ്പിൽ വീണില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അതുപോലെ ചരണത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ പോർഷൻസിലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു മോൾ. അതിന്റെ ചരണത്തിന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടും. കരമലർ താമരയിൽ കാവിലെ പൊന്നിതളിൽ കരിവരെ വണ്ടെഴുതും കാണാവർണ്ണ ചിത്രം കണ്ടു മഴമുകിൽ തേരിറങ്ങി. ഇത് അനുപല്ലവിയിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു. മണിവിരൽ തുമ്പിനാൽ മിഴികളിൽ ആ പോർഷൻ ഒന്ന് പഠിക്കും. മണിവിരൽ തുമ്പൊഴിഞ്ഞാൽ മിഴികളിൽ മയ്യലിഞ്ഞാൽ കുറച്ചുകൂടെ ക്രിസ്പി ആകാം അവിടെ കേട്ടോ. ഓക്കെ അതൊന്ന് ക്രിസ്പി ആക്കണം. ഒരു മുളം തണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന സ്വരം സ്വരമഴയേറ്റുണർന്ന. അതൊന്ന് ക്ലാരിറ്റി ആയിട്ട് അതിന്റെ പ്രീവിയസ് പാടി ഒരു മുളം തണ്ടരുളും സ്വരമഴയേറ്റുണർന്ന. ഇപ്പൊ ഏകദേശം വന്നു. അപ്പൊ ആ ബേസിന്ന് വന്നിട്ട് അങ്ങോട്ട് ആ ഒരു ഗമകത്തോടു കൂടി പാടിയാൽ നന്നായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പാറിപ്പോയാൽ അതൊന്ന് ക്ലാരിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇളവയിൽ ഇപ്പോഴും മോളെ ശ്രുതി അവിടെ നിന്ന് 2 അടി അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത് ശ്രുതി കേട്ടോ. പിന്നെ മനസ്സിൽ വരുവായി മധുമാസം, അതുപോലെ തന്നെ മഴമുകിൽ തേരിറങ്ങിയ നേരത്തെ ഉള്ള ആ പോർഷൻ തന്നെ. കാതിൽ മെല്ലെ ചൊല്ലി കല്യാണത്തിൻ നാളിൽ അതൊന്ന് പാടോ ചരണത്തില്. മെല്ലെ ചൊല്ലി കല്യാണത്തിൻ നാളിൽ കണ്ണാടിപ്പൂ മുത്തൻ മാറിൽ ചാർത്തും. ആ പോർഷൻ ക്ലാരിറ്റി വന്നില്ല എനിക്ക്, അതാണ് ചോദിക്കുന്നത്. മാറിൽ ചാർത്തും ചാർത്തും അതാണ് ചാർത്തും ചാർത്തും ചാർത്തും. അപ്പൊ പാടുമ്പോ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പാടുക. ഇനി നോട്ട് അബദ്ധമാണെങ്കിൽ പോലും അത് ഡെഫിനറ്റ് ആയിട്ട് പാടാൻ ശ്രമിക്കുക കേട്ടോ. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ് മറ്റെല്ലാം ചുമ്മാ.